വളരെ ഗൗരവമേറിയ ഒരു വാർത്ത കോമഡിയായി മാറിയാൽ എന്നായിരിക്കും? അത്തരത്തിലൊരു സംഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം വർക്കലയിൽ ബാംഗ്ലൂരിൽ നിന്ന് MDMA-യുമായി എത്തിയ യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയതാണ് ഓൺലൈൻ ചാനലായ വിസ്മയ ന്യൂസിന്റെ റിപ്പോർട്ടർ രജനീഷ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോലീസിന്റെ പ്രതികരണം എടുക്കും. അത്തരത്തിൽ ഇദ്ദേഹം വർക്കല SHO പ്രവീൺ സാറിന്റെ പ്രതികരണം എടുക്കാനായിട്ട് റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം അദ്ദേഹം ഒരു തട്ടുകടയുടെ വാറക്ക് നിന്ന് പോലീസ് ജീപ്പിന്റെ മുകളിൽ ചായയും ഒരു കടിയൊക്കെ വെച്ച് ഒരു ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ റിലാക്സ് ആയിട്ട് സ്വാദിഷ്ടമായിട്ട് ഒക്കെ അദ്ദേഹം സ്വാദോടുകൂടിയൊക്കെ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു റിപ്പോർട്ടർ പ്രതികരണത്തിന് വന്നത്. അങ്ങനെ പ്രതികരണത്തിന് ഈ സമയത്ത് വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ വാർത്തയിലെ സംഭവമാണ് ചെറിയൊരു പ്രശ്നം. കാരണം ഈ യുവാക്കളിൽ നിന്ന്, ഈ മയക്കുമരുന്നെത്തിയ യുവാക്കളിൽ നിന്ന് MDMA പിടിച്ചെടുത്തത് മലദ്വാരത്തിൽ നിന്നുമാണ്. അപ്പോ ഇദ്ദേഹം വളരെ റിലാക്സ് ആയിട്ട് നിന്ന് സ്വാദോടുകൂടി ആ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ റിപ്പോർട്ടർ എത്തുന്നത്. ബാക്കി ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടുപോകും. എന്തായാലും SHO പ്രവീൺ സാറും വിസ്മയ ന്യൂസിന്റെ റിപ്പോർട്ടർ രജനീഷും വൈറലായി. മലദ്വാരത്തിൽ നിന്നും MDMA പിടിച്ച സംഭവം വർക്കല SHO പ്രവീൺ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കേൾക്കാം. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റിയ സമയം എന്തായാലും നമുക്ക് ആ റിപ്പോർട്ടർ, വിസ്മയ ന്യൂസിന്റെ റിപ്പോർട്ടർ രജനീഷ് പറയുന്ന കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഈ വർക്കലയില് MDMA കടത്തിക്കൊണ്ടുവന്ന രണ്ടുപേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് ഈ MDMA കടത്തിക്കൊണ്ടുവന്നത്. വർക്കല SHO പ്രവീൺ ആണ്, പുള്ളിയാണത് ഈ പ്രതികളെ സമർത്ഥമായിട്ട് പിടിച്ചത്. അപ്പോ പുള്ളിയുടെ അടുത്ത് നമ്മള് അതിന്റെ ചാനലിലേക്ക് ആവശ്യമായ ഒരു വാർത്തയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരു ചായയൊക്കെ കുടിച്ച് ചായയും വടയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം രസകരമായിട്ട് അതിനെ പറഞ്ഞൊരു മറുപടിയാണ് നിങ്ങൾ കണ്ടത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇപ്പോ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം തരാൻ പറ്റിയ സമയം എന്നാണ് അദ്ദേഹം അതിനകത്ത് വിഷയത്തിൽ പറയുന്നത്. അതാണ് സംഗതി. പുള്ളി നല്ല ചൂട് വടയും ചായയും കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. വടയല്ല, വടയോ പഴംപൊരിയോ അങ്ങനെ എന്തോ ആയിരുന്നു. കഴിഞ്ഞതിന് ശേഷം പുള്ളി ബിഹൈൻഡ് ദ ക്യാമറ പറഞ്ഞൊരു ഡയലോഗ് കൂടെ ഉണ്ട്. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ എന്ന് എവിടെ പോയി ഇത് കഴിച്ചാലും ഞാൻ ഈ സംഭവം ഓർക്കുമെന്ന്.